ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു സാമ്പാറാണ്. സാമ്പാർ എന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ച് ഒരു സാമ്പാർ. അതിന് വേണ്ടി ഒരു പിടി പരിപ്പ് കഴുകി വാരി വെച്ചത് ഞാനിവിടെ ഇടുന്നുണ്ട്. പരിപ്പിൻ്റെ കൂടെ തന്നെയാണ് കഷ്ണങ്ങൾക്ക് എളുപ്പം വേകുന്ന പരിപ്പായതുകൊണ്ട് ഇതെല്ലാം വേവിപ്പുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ്, ഒരു പകുതി സവാള, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, ഇത് കപ്പളങ്ങയാണ്, അത് ഒരു ചെറിയ കഷ്ണം, ഒരു മുരിങ്ങയ്ക്ക, ഒരു പച്ചമുളക് ഇട്ട്, ഒരു തക്കാളി, ഇത്രയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കഷ്ണം കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പ്. ഇപ്പം ഞാൻ ഒരു ടീസ്പൂണോളം ഇടുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. ഇതിൽ കൂടെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ് അത് വിട്ട് ഒക്കെ പൊടി ഒന്ന് ഇളക്കി കുക്കർ അടച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കാം. സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇത് ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പച്ചക്കറി എപ്പടി അങ്ങ് വെന്ത് പോകും. അപ്പം ആ സമയത്ത് നമുക്ക് തേങ്ങ വറുക്കുന്നത് കാണിച്ചു തരാം. തേങ്ങ എങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് മാറ്റുന്നുണ്ട്. ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഇതിലോട്ടൊരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച്, 2 ടേബിൾ സ്പൂൺ കേട്ടോ എണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവ, ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു കടല പരിപ്പില്ലേ, ആ വടക്കൊക്കെ എടുക്കുന്ന ആ പരിപ്പ് അതിട്ട്, ഒരു സ്പൂണ് ഉഴുന്ന്, ഒരു സ്പൂൺ അരി, ഏതരി വേണമെങ്കിലും എടുക്കാം കേട്ടോ, കഞ്ഞിക്ക് ചോറിന് ഉപയോഗിക്കുന്നത്. അതൊന്ന് നല്ലപോലെ മൂത്ത് വരുമ്പോൾ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ട് കൊടുത്തിന് ഇതിലേക്ക് ഒരു തേങ്ങ, ഒരു 2 ടേബിൾ സ്പൂൺ, 2.5 ടേബിൾ സ്പൂണോളം തേങ്ങ, അത് മതി, അത് കൂടുതൽ വേണ്ട കേട്ടോ, അതും കൂടി ഇടാം. തേങ്ങ ഒത്തിരി മൂക്കണ്ട, ഒന്ന് ആ കളറ് മാറിയാൽ മാത്രം മതി, ചെറുതായിട്ട്, ചുമക്കൊന്നും വേണ്ട. ഇത്ര ആയാൽ മതി കേട്ടോ. ഇത്ര ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ച് കുറച്ച് മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കാണും, അത് മതി, 2 ടീസ്പൂൺ. അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടി, അതിട്ട് കരിഞ്ഞു പോകാതെ മൂപ്പിക്കാം. പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മതിയെ, നമുക്ക് സ്റ്റൗ ഓഫാക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ലവണ്ണം അരച്ചെടുക്കണം.
ഒരു സ്റ്റീം വന്ന് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാവേ. സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്, തിളയ്ക്കുന്നുണ്ട്. കഷ്ണങ്ങൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 4 വെണ്ടയ്ക്ക അത് വേകാൻ വേണ്ടി ഒന്ന് സ്റ്റൗ ഓണാക്കി തിളപ്പിക്കും. ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉണ്ട്. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പുളി പിഴിഞ്ഞതും ഇതും ചേർക്കും. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പം പുളി പിഴിഞ്ഞത് ചേർക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണിത്. അത് അത്രയും ചേർത്ത് നോക്കാം, വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഒന്നും കൂടെ തിളക്കട്ടെ. ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, തേങ്ങായും കടലപ്പരിപ്പ്, ഉഴുന്ന്, അരി, ജീരകം ഇതെല്ലാം കൂടെ വറുത്തരച്ച അരപ്പാണിത്. അതും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഴുകി ഒഴിക്കാം. വെള്ളവും കൂടെ ചേർത്ത് കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കണം. കുറച്ച് പുളിയും കൂടെ വേണം. കുറച്ച് പുളി ചേർക്കുന്നുണ്ട്. ഉപ്പും വേണം. ഒരു 1/2 ടീസ്പൂണും കൂടെ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൽ കായം ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പം ഞാൻ കായത്തിൻ്റെ പൊടി ഇപ്പം ഇട്ട് കൊടുക്കുവാണ്. പൊടിക്കായ ആയതുകൊണ്ട് ഇപ്പം ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു കേട്ടോ. ഒന്ന് ചെറുതീരിൽ നിന്ന് തിളച്ചോട്ടെ. ഇതിലേക്ക് നമുക്കിനി ഇച്ചിരി മല്ലിയിലയും കൂടെ ഒരു 2 3 തണ്ട് അതും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെച്ച് നമുക്കൊരു താളിപ്പും കൂടെ കൊടുക്കണം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇടണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു 4 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം. ഒരു തണ്ട് കരിവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. അതിന് നമുക്കിത്
ഓഫ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ സാമ്പാർ പൊടി, അതും 1 നുള്ള് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു മണം കിട്ടും, നല്ലൊരു മണം കിട്ടുക. ഞാൻ ആദ്യമൊന്നും സാമ്പാർ പൊടി ചേർത്തിട്ടില്ല, ലാസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം ചേർത്ത് അതും കൂടി ഇതിനകത്ത് സാമ്പാർ റെഡി ആയിട്ടുണ്ട്.